ഹലോ വെൽക്കം ബാക്ക്. ഐഷു ആണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പോയതിന് ശേഷമുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് മോളയാണ് കേട്ടോ. കുഞ്ഞായാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ഫിഷ് മോള ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയ മീനിലല്ല കേട്ടോ ഫിഷ് മോള ചെയ്യുന്നത്, വലിയ ഐക്കുറ പോലുള്ള മീനിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലായാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് വെച്ചിട്ടൊന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണല്ലോ. ഫിഷ് മോളിയും നെയ്ച്ചോറും ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ക്ലിയർ ആയിട്ട് വെള്ളം വരുന്നത് വരെ നന്നായിട്ട് കഴുകണം കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഊറ്റി മാറ്റി വെക്കുക. അപ്പോൾ അതിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ തലയൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മുടെ സവാള അരിയലാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കിങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഹേസുട്ടൻ രാവിലെ തന്നെ ആക്റ്റീവാണ്, എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് 2 പാനും ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിൽ നെയ്ച്ചോറും ഒന്നിൽ ഫിഷ് മോളി ആക്കാമെന്ന് പറഞ്ഞിട്ട് 2ലും വയറ്റൽ പരിപാടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു, മറ്റേതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നമ്മുടെ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും അതേപോലെ മുളകും കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറിൽ കിട്ടണം കേട്ടോ. ഇത് അത്രയും ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെ ആവുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഇപ്പുറത്തെ പാനിലേക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഗീ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നേ. പേസ്റ്റ് ചെയ്തിടുന്നതാണ് നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം തട്ടിക്കൂട്ടിലാണ്. അതിനുശേഷം സവാള ഇട്ട് എടുത്തപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ഞാനിത് എഡിറ്റിംഗ് ടൈമിലാണ് കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുക്കിങ്ങിന്റെ ടൈമിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനിത് പോസ് ചെയ്തെടുത്തതാണ്. നോക്കിയ ദുൽഖർ സൽമാന്റെ ചെറിയൊരു ചായ കാച്ചിലില്ലേ, അങ്ങനെ ദുൽഖർ സൽമാനൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ജീരകശാല കൂടി ചേർത്തിട്ട് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ ഉള്ളി. അങ്ങനെ മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നല്ലൊരു വൈറ്റ് കളർ നമ്മുടെ റൈസിന് കിട്ടത്തില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ മതി. അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടും. പക്ഷേ ഇതേപോലെയാണ് ഉള്ളി ഒന്ന് മുരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ചോറ് വെന്ത് വരുന്ന സമയത്ത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കാണത്തില്ല കേട്ടോ. പക്ഷേ ഉള്ളി മുരിഞ്ഞതിന് ശേഷം നെയ്ച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ച് മൂടി വെച്ചതിന് ശേഷം ഫിഷ് മോളിക്ക് വേണ്ടിയിട്ടുള്ള പാനിലേക്ക് ക്യാമറ വന്നു കഴിഞ്ഞു. ഉള്ളിലേക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടണം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഞാൻ അപ്പുറത്തെ പാനിൽ പണികളൊക്കെ തീർക്കുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ പാനിൽ നന്നായിട്ട് ഉള്ളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് നെയ്മീനിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതിനുശേഷം ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരല്പം വിനാഗിരിയോ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറെന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സംഭവം തട്ടിക്കൂട്ടാണ്. പിന്നെ കിസ്മിസ് കാഷ്യൂനട്ട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് സ്പൈസസ് ഇടുന്ന കാര്യം ഞാൻ പറയാൻ മറന്നു. 2 ഏലക്കായും അതേപോലെ ഗ്രാമ്പൂവും പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. അതിനുശേഷം റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജീരകശാല വെന്ത് കിട്ടുക. അതിനുശേഷം ജസ്റ്റ് ആ ഒരു ചൂടോടുകൂടി തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ചൂടോടുകൂടി ഇളക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ പരുവത്തിലിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയ ഒരു ചൂട് മാറിക്കഴിഞ്ഞാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാനായിട്ട് ഉള്ള പാകമാവത്തുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ഫിഷ് മോൾ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1ാം പാൽ കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ചുകൂടി ഒരു മുളക് കൂടി കീറി ഇട്ടതിന് ശേഷം തക്കാളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക
കൊടുക്കണം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സംഭവം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇതേപോലെ സ്പൂണോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഇളക്കാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പാത്രം എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടി തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഫസ്റ്റ് ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു മുളക് കറിയുടെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഈവൻ പൊറോട്ടയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കിച്ചണും കൂടെ ഒതുക്കിയിട്ട് ഹെയ്സുട്ടൻ്റെ പുറകെ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഹെയ്സുട്ടന് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ടുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചോറും നമ്മുടെ ഫിഷ് മോളിൽ നിന്നൊരു ഫിഷും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള എരിവാണ് കേട്ടോ. ആ ഒരു പച്ചമുളക് കീറിയിട്ടതും കുരുമുളകും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. കുറച്ച് നാളുകളായിട്ട് ഹെയ്സുട്ടന് നമ്മുടെ കറിയിലുള്ളത് അങ്ങനെ കഴുകിയിട്ടൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇതേപോലെ തന്നെ നേരിട്ട് കൊടുക്കാറുണ്ട്. മുളക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുളകോ കാര്യങ്ങളോ മെഴുക്കുരട്ടിയിലോ അല്ലെങ്കിൽ അവിയലിലോ അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും. അല്ലാണ്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്ന പരിപാടി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കഴിക്കാൻ നല്ല പാടാണ്. എങ്കിലും നമ്മൾ പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അവർക്കൊരു ശീലം ആവോത് എരിവ് കുറച്ച് എനിക്ക് ഉണ്ടാക്കി തരുമല്ലോ എന്നൊരു എക്സ്പെക്ടേഷൻ അവർക്കുണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് എളുപ്പത്തിനും ഒക്കെ നമ്മൾ കഴിക്കുന്നത് തന്നെ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്തായാലും കഴിപ്പിച്ചിട്ടുണ്ട്. എന്ത് കൊടുത്താലും കഴിക്കില്ല. അത് കുഞ്ഞുങ്ങളുടെ ഒരു ശീലമാണല്ലോ. അങ്ങനെ വേണമെന്ന് കരുതിയിട്ട് കഴിക്കുന്ന ഏർപ്പാടൊന്നും കുഞ്ഞുങ്ങൾക്കില്ല. അപ്പോൾ എന്തായാലും ഹെയ്സുട്ടന് ഫുഡൊക്കെ കൊടുത്ത് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ ദേഹത്തൊക്കെ ആക്കിയത് കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഫോർ ബേബീസിൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ ഹെയ്സുട്ടന് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാനൊന്ന് അടിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ എന്തായാലും ഒരു 3-4 പ്രാവശ്യമെങ്കിലും അടിച്ചു വരെയെങ്കിലേ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇത്രയും നീറ്റായി കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്ലീനിങ് വ്ലോഗ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതേപോലെയാണ് ഒരു 3-4 തവണ ഞാൻ ദിവസവും അടിച്ചു വരുന്നതും പറക്കി ഒതുക്കലും ഉണ്ടാവും കേട്ടോ. ചില ദിവസങ്ങളിൽ വിചാരിക്കും അങ്ങനെ തന്നെ കിടക്കട്ടെ, വൈകുന്നേരം വൃത്തിയാക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിക്കുക. രാവിലെ ഒതുക്കി പറക്കൽ കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ കഴിയുമ്പോൾ പിന്നീട് ഞാനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുവേ. കുറച്ച് നേരമെങ്കിലും നന്നായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നീട് എന്തെങ്കിലുമൊക്കെ കോലാഹല പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വഴക്ക് കൊടുക്കുക. അറിയില്ല എങ്കിലും ഹെയ്സുട്ടൻ അതൊരു ശീലമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവിടെ ഇവിടേക്ക് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ നോ പറയും. രാവിലെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഹെയ്സുട്ടന് അലങ്കോല പണികൾക്കുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കും. അതിനുശേഷം ഞാൻ വൃത്തിയാക്കാൻ കയറി കഴിഞ്ഞാൽ ഹെയ്സുട്ടൻ ഓടിക്കുക. ഞാൻ അവിടെ നിന്ന് പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അവിടെ ഇവിടേക്ക് കൊണ്ടുവന്ന് തേച്ച് പറ്റിച്ച് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡ്രോയിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് പുറത്തിടും. അങ്ങനെയുള്ള പണികളൊക്കെയാണ് കുട്ടി കാണിക്കുന്നത്. എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ക്ലീനിങ് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടും ക്ലീൻ ആക്കുന്ന സമയത്ത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിളി പോവും, നല്ല ദേഷ്യം വരും. നോർമൽ എല്ലാവർക്കും ഉള്ളതൊക്കെ പോലെ തന്നെയാണ്. ഞാനിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കരുതിയിട്ട് വീണ്ടും ഹെയ്സുട്ടൻ വൃത്തികേടാക്കുന്ന സമയത്ത് എനിക്ക് പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറയുമെന്ന് ഇല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല ദേഷ്യം വരും. കാരണം ഒതുക്കി ഇങ്ങോട്ട് കഴിയുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു സ്ഥലം നല്ല അടിപൊളിയാക്കി തരും. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇടുന്നത് പോട്ടെ, എന്തെങ്കിലും കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇപ്പോഴുള്ള ശീലമാണ് എവിടെയെങ്കിലുമൊക്കെ വെച്ചങ്ങ് തേക്കുകയാണ്. തറയിലൊക്കെ തേച്ച് പറ്റിച്ച് അല്ല ഒട്ടിച്ച് വയ്ക്കുന്ന പോലത്തെ പരിപാടിയൊക്കെ ചെയ്യും. അത് 2 ദിവസം കൊണ്ട് ഞാൻ വാൺ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല. നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അവരപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അവർക്കൊരു സങ്കടമൊക്കെ വന്ന് കുറച്ച് വികൃതിയൊക്കെ കാണിച്ചാലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആ ഒരു രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണം. കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് കൂടി കൊടുക്കുക നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ. അല്ലെങ്കിൽ നമുക്ക്
ഭയങ്കര പാടായിരിക്കും. ചിലർ പറയും ഇങ്ങനെ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒത്തിരി ഒന്ന് വലുതാകട്ടെ അതിന് ശേഷം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് മാറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും അത് കുഞ്ഞിലെ ആണെന്നുണ്ടെങ്കിലും ഒരു വയസ്സാണ് ഹിസുട്ടന് എങ്കിൽ പോലും ഞാനിപ്പോൾ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ അവന് ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അവർ നല്ല കുട്ടികളാക്കാനായിട്ട് നോക്കുക. നമ്മളൊരു പെർഫെക്റ്റ് മദർ ആവുന്നതിനേക്കാളും പ്രാക്ടിക്കൽ ആവുക കേട്ടോ കുറേ കൂടി. അപ്പോൾ നമ്മുടെ ജോലികളാണെന്നുണ്ടെങ്കിലും എളുപ്പമാകും. നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തവരാണ്, കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുന്നവരാണ്, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടാവും അവരുടെ കൂടെ. അല്ലാണ്ട് എപ്പോഴും അങ്ങനെ പെർഫെക്റ്റ് മദർ ആവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടൊരു റിഗ്രറ്റ് തോന്നും. അയ്യോ നമ്മൾ എന്തിനാണ് പഠിച്ചത്, നമ്മുടെ കരിയർ എന്തായി, അതിനെയൊക്കെ പറ്റിയിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടിരിക്കുക. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള മദർ ആവാനായിട്ട് നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണേ. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇനി കുറച്ച് തുണികൾ കൂടി കഴുകാനുണ്ടായിരുന്നു. അതുകൂടി മെഷീനിട്ടതിന് ശേഷം ഇപ്പോഴത്തെ റൂം വൃത്തിയാക്കാനായിട്ട് വന്നേ. ഇവിടെ എന്തായാലും ഒരു വലിയൊരു കോലാഹലമാണ് ഈ ഒരു റൂമിൽ എപ്പോഴും. ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നും വൃത്തിയാക്കി കഴിഞ്ഞാലാണ് ലോഹറൊക്കെ നമസ്കരിക്കാനായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അതുവരെ ഹേസുട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. ഈ ഒരു ടേബിളാണെന്നുണ്ടെങ്കിലും എല്ലാം മാറ്റിയിടുന്നത് ഹേസുട്ടൻ ആ ഒരു വിൻഡോയിൽ കയറാതിരിക്കാനാണ് കേട്ടോ. കുറച്ചൊന്ന് മാറ്റിയൊക്കെ ഇടുന്നത്. എനിക്ക് പേടിയാണ്, കാരണം എല്ലാത്തിൻ്റെ മണ്ടയിൽ ഇതേപോലെ വലിഞ്ഞ് കയറാനായിട്ട് നന്നായിട്ട് അറിയാവേ ഇപ്പം. അതുകൊണ്ട് നല്ല പേടിയാണ് എനിക്ക്. അപ്പുറത്തെ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ടേപ്പൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ഇതുവരെയും തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഹേസുട്ടൻ അവിടുത്തെ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് കയറാനായിട്ടും അറിയാം. ഒരു കുഞ്ഞ് ചെയറുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂം ഞാൻ ക്ലോസ് ചെയ്തിടുവേ. പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ, നമസ്കാരമൊക്കെ ടൈമിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹേസുട്ടനോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു റൂമിൽ ഇരിക്കാനായി സമ്മതിക്കത്തുള്ളൂ. ഞാൻ കുക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രമേ അത് ഓപ്പൺ ആക്കി ഇടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ക്രീൻ ടൈം കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇതേപോലെ എല്ലാം ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കുന്നത് പോലൊരു സെറ്റപ്പ്. കാരണം പെട്ടെന്നൊന്നും തുറക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കുറച്ചൊന്ന് ഇറുകി ടൈറ്റായിട്ടിരിക്കുകയാണ് ആ ഒരു വിൻഡോ. ആ ഒരു ധൈര്യത്തിൽ ഞാൻ കിച്ചണിലേക്ക് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേ. അപ്പോൾ ആ ഒരു റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹാളും ഇതേപോലെയാണ്, എന്തെങ്കിലുമൊക്കെ തറയിൽ വെച്ചിട്ട് ഒട്ടിക്കും. ഇന്നലെയാണ് തുടച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഓരോ ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല കേട്ടോ പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ വ്ളോഗ് എഡിറ്റ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പുറത്തൊന്നും പോകുന്നില്ലേ, എപ്പോഴും റൂമിലാണോ എന്നുള്ളത്. അല്ല കേട്ടോ, വീക്കിലി എല്ലാ ഫ്രൈഡേയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട് കേട്ടോ, പുറത്തൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള പാർക്കിലായിരിക്കും, കോർണിഷിലായിരിക്കും സാധനങ്ങൾ മേടിക്കാനായിട്ട് ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങാറുണ്ട്. പക്ഷെ അന്നൊക്കെയുള്ള വ്ളോഗ് എടുക്കാനായിട്ട് ഭയങ്കര പാടെന്ന് വിചാരിച്ചാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഷൈ ആണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് ട്രൈപോഡ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വ്ളോഗ് എടുക്കാനായിട്ട് കംഫർട്ടബിൾ ആണ്. പക്ഷെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് എനിക്കൊരു മൈൻഡ് വരത്തില്ല. പിന്നെ നമ്മൾ ഫ്രീ ആവാൻ വേണ്ടിയിട്ടല്ലേ പുറത്ത് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വ്ളോഗൊന്നും കാണാത്തത്. മാക്സിമം ഞാൻ എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ ഈ ഇടയ്ക്കാണ് നോമ്പിന് മുന്നേ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ടത്. സത്യം പറഞ്ഞാൽ ഒരുപാട് എടുത്ത് വെക്കുന്ന ദിവസങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇതാകുമ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയല്ലേ. ഫസ്റ്റ് പാർട്ട് ഏതാണ്, ലാസ്റ്റ് പാർട്ട് ഏതാണെന്നുള്ളത് എനിക്ക് വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ വരത്തില്ല. മറ്റേത് ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. അതാണ് സംഭവം. അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടനെ എന്തായാലും കുളിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ നന്നായിട്ട് ഒതുക്കിയിട്ടതിന് ശേഷം ഇവിടെ സിങ്കിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കുന്നത് ഹേസുട്ടനെ. അല്ലാതെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുമല്ല ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഹേസുട്ടൻ അവിടെ നിന്ന് കുളിപ്പിക്കാനുള്ള പരിപാടി നടക്കുന്ന സംഭവമല്ല. പിന്നെ എനിക്ക് നല്ല കംഫർട്ടബിളും അല്ല കേട്ടോ. 2-3 ദിവസം ഞാൻ ഇതേപോലെ വന്ന സമയത്ത് നോക്കിയതാണ്. പിന്നെ വെറുതെ എന്തിനാണ് പണി വാങ്ങിച്ച് കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ ഈ ഒരു സിങ്കിൽ വെച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലും അങ്ങനെയാണ്, കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത് ഹേസുട്ടനെ. ബാത്ത് ടബൊക്കെ വെച്ചിട്ട് ഇവിടെ പിന്നെ ബാത്ത് ടബില്ല എങ്കിൽ കൂടിയും കിച്ചൺ ഒതുക്കി നല്ല വൃത്തിയാക്കി ആ ഒരു സിങ്കൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഹേസുട്ടനെ കുളിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട.
വൃത്തിയൊക്കെ ആക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഹേസുട്ടിൻ്റെ ബാത്ത് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം തലയൊക്കെ തോർത്തി കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഞാനത് ബ്ലർ ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷേ ബ്ലർ ചെയ്ത സമയത്തും എനിക്ക് ലിമിറ്റേഷൻസ് വന്നു. ചാനലിന് പ്രശ്നമാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നേക്കഡായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ചാനലിന് പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേസുട്ടിന് ഒരു 3 മാസമൊക്കെ ആയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഹേസുട്ടിനെ കുളിച്ചിടുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിനിപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ആർട്സ് ഒക്കെ ലിമിറ്റ് ആവും, അതേപോലെ നമ്മുടെ ചാനലിന് പ്രശ്നമാവും കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഹേസുട്ടിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹേസുട്ടിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പണിയെല്ലാം തീർന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ടിനെയും കുളിപ്പിച്ച് അവനെന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമാവുന്നത്. ഞാൻ കുളിച്ചില്ല എന്നുണ്ടെങ്കിലും അവൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിലും ഒരു 90% ഭാരം തീർന്നൊരു ആശ്വാസമാണ്. അതിനുശേഷം ഇനി ഞാനും കൂടി കുളിക്കണം, അത് വലിയൊരു ടാസ്ക്കാണ്. അതിനുള്ള ആവതില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് എടുത്തെന്ന് തോന്നുന്നു. ശേഷം ആ ഒരു ടൈമിലാണ് കമൻസ് ഒക്കെ നോക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുന്ന സമയത്ത് കമൻസ് ഒക്കെ നോക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ കമൻസ് ഇടാനായിട്ട് നോക്കണേ, ഒരു കമൻറ്റ് എങ്കിലും ഇടാൻ നോക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടാനായിട്ട് നോക്കണം കേട്ടോ. അതേപോലെ ലൈക്കും ചെയ്യണം. കഷ്ടപ്പെട്ട് പാതിരാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ എൻ്റെ വീഡിയോക്ക് ഒരു ഇംപ്രഷൻ കിട്ടുന്നതും മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക, അതേപോലെ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ എന്തായാലും പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എന്തായാലും ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴാണ് നല്ല വിശപ്പുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് കഴിക്കാനായിട്ട് മാക്സിമം ഞാൻ നോക്കാറുണ്ട്, പക്ഷേ എല്ലാ പണികളും തീർത്തതിന് ശേഷം മാത്രമേ എനിക്ക് വിശക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ കഴിക്കാനായിട്ട് എനിക്ക് പറ്റത്തേ ഇല്ല. ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഞാനല്ല, എന്തെങ്കിലുമൊക്കെ മീൻകറി ആണെന്നുണ്ടെങ്കിലും ഉമ്മച്ചി വീട്ടിലാണെന്നുണ്ടെങ്കിലും ഉമ്മച്ചിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിക്കാൻ എനിക്ക് തോന്നും. പക്ഷേ എല്ലാം ഞാൻ തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം അതായിരുന്നേ. കറക്റ്റ് ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിയും, കുക്കിങ്ങൊക്കെ കഴിയുമെങ്കിലും എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് പണികളൊക്കെ തീർത്തിട്ട് കുളിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഒരു സ്പെഷ്യലല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കഴിക്കാനുള്ളൊരു ത്വര ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിലേക്ക് വന്നു. നമ്മുടെ നെയ്ച്ചോറും ഫിഷ് മോളിയായിട്ട് എടുത്ത് കഴിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ TV കണ്ടുകൊണ്ടാണ്, പഴയ മൂവി എന്തെങ്കിലും കണ്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം വേണമല്ലോ, അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടി നോക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് നെയ്ച്ചോറും നമ്മുടെ ഫിഷ് മോളി എന്ന് പറയുന്നത്. വല്ലാത്തൊരു അഡാറ് കോമ്പിനേഷനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണേ. എങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചോറെടുത്തുകൊണ്ട് വന്ന സമയത്ത് ഹേസുട്ടൻ ഓടി വന്നു കഴിക്കാനായിട്ടൊക്കെ. കുറച്ചൊക്കെ അന്തവിട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇതെന്താണ് ഐറ്റം എന്നുള്ളത്. അവന് കൊടുത്ത സെയിം സാധനമാണെന്നുണ്ടെങ്കിലും ഞാൻ എടുക്കുന്ന സമയത്ത് എന്തോ ഒരു ക്യൂരിയോസിറ്റിയിൽ വന്നിട്ട് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ആളെ കാണൂല, അമ്മാതിരി ഓട്ടം ഓടും. അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല വലിയ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹേസുട്ടന് ഉറക്കം വന്ന സമയത്ത് ഞാൻ ഹേസുട്ടനെ പതുക്കെ വന്ന് ഉറക്കിയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലെ ഹേസുട്ടൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഈ ഒരു ടൈമിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. ഇന്നെന്തായാലും രാവിലെ ഹേസുട്ടൻ അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു 2 മണി അല്ലെങ്കിൽ ഒരു 1:30 ആവുന്നവരെ ഇരുന്നാലും എനിക്ക് ആശ്വാസമാണ്. 3 മണി വരെ ഇരുന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം. കുറച്ച് നാളായിട്ട് ഇതേപോലൊരു ശീലമുണ്ട് കേട്ടോ. ഒരു 3 മണി വരെയൊക്കെ ഇരുന്ന് ഉറക്കമില്ലാണ്ടിരുന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഡിറ്റൊക്കെ ഞാൻ 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുക. അത്രയ്ക്കും കഷ്ടപ്പാടാണ്. അപ്പോൾ ഇന്നെന്തായാലും രാവിലെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഉറങ്ങിയതുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറും മിസ്സിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ്
പായസം ഉണ്ടാക്കണമെന്നുള്ളത്. ഇതിനുണ്ടാക്കിയ സമയത്ത് വിറക് ഉള്ളി പോലെ വെർമസലി കിടന്നിട്ട് ഭയങ്കര പാടായിരുന്നേ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ചെയ്ത സമയത്ത് ഭയങ്കര പാടായിരുന്നേ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുത് വെർമസലി കിട്ടും, വളരെ കനം കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ളത് കിട്ടുമെന്നേ. അങ്ങനെ ഞാൻ ഇവിടെ മാർക്കറ്റിൽ പോയ സമയത്ത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണിത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ കണ്ടൻസ് മിൽക്കും ഏലക്കയും അതേപോലെ ചവരിയൊക്കെ വേവിച്ചിട്ട് സൈഡിൽ വേവിക്കുന്നുണ്ടായിരുന്നേ. പണി തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചവരി വേവിക്കുക എന്നുള്ളതായിരുന്നു. സാഗോ സീഡാണ് നമ്മുടെ. സാഗോ സീഡ് കപ്പയായിരുന്നിടാ. എനിക്ക് ഈ ഇടയ്ക്കാണ് സംഭവം മനസ്സിലായത്. കപ്പ ഇതേപോലെ ബോളാക്കിയിട്ട് എടുക്കുന്നതാണേ. ഞാൻ വിചാരിച്ചു റൈസിൽ എന്തോ ചെയ്യുന്നതാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഇടയ്ക്ക് മീൻസ് ഒരു വർഷമാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലായത്. ഒരു റീലോ എന്തോ കണ്ടപ്പോഴാണ് എനിക്ക് എന്തോ ഇതാണല്ലോ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കുക്ക് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടൊരു പായസമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ കുട്ടികളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കണ്ടേ. ഇവിടെ കുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, സാധിച്ചു തരാനും ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് സെൽഫ് ലവ് എപ്പോഴും അത് ഓർമ്മ വേണം. നമ്മൾ എല്ലാവരുടെയും കാര്യം പാമ്പർ ചെയ്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളുമൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും ഇഷ്ടം തോന്നിയ സമയത്ത് തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം തിളയൊക്കെ വന്ന് ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെർമിസെല്ലി പായസം ഇന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഇന്നുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കുന്നത്, ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പായസമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ നേരെ ചൂടോടുകൂടി തന്നെ ഹേസുട്ടൻ്റെ ഒരു ബൗൾ ഉണ്ടായിരുന്നേ. ആ ഒരു ബൗളിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടിവിയുടെ ഫ്രണ്ടിലിരുന്നേ. എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തല്ല കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ക്ലിപ്പ് സെലക്ട് ചെയ്ത് ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പായസം കുടിച്ചതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആയപ്പം ഹേസുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പഞ്ചസാരയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് പായസം കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. എങ്കിലും ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഇക്കാക്ക് കൊടുത്ത സമയത്ത് കൊടുത്തു കേട്ടോ, അല്ലാണ്ട് അവൻ്റെ ആ ഒരു ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പഴം വാട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ സന്ധ്യയായിട്ട് വരുന്ന സമയത്ത് നല്ല ലൈറ്റും കാര്യങ്ങളും, നല്ല വാം ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ റൂമിലും ഹാളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തു. നല്ല രസമായിരുന്നു ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സന്ധ്യ ആകുന്ന സമയത്ത് അതേപോലെ സൺസെറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മേഘങ്ങൾക്കിടയിൽ നല്ല ഭംഗിയായിരുന്നു. ഈ ലൈറ്റ് ഇങ്ങനെ ഒളിച്ചൊളിച്ച് കളിക്കുകയായിരുന്നു സൂര്യൻ. അപ്പോൾ നല്ല രസമായിരുന്നേ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6:30 ആയപ്പോൾ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇക്കായെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വെളിയിൽ ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് കീയൊക്കെ വെച്ചിട്ട് കളിക്കുകയും പിന്നെ ഇക്ക താഴേക്ക് എടുത്തുകൊണ്ട് പോയി റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നീട് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് ഒരു മടിയാവും. കാരണം ഓഫീസിലൊക്കെ ഇരുന്നിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടയേർഡാവും. അതുകൊണ്ട് വരുന്ന ആ ഒരു ഇതിൽ തന്നെ എടുത്തുകൊണ്ട് കുറച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിച്ചു. ഇക്ക ഫ്രഷ് ആയിട്ട് വന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ രണ്ടുപേരുടെയും കളി ഇതായിരുന്നേ. ബോളൊക്കെ വെച്ചിട്ട് ഹേസുട്ടൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ബോളിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇക്ക ഒരു ക്രിക്കറ്റ് ഭ്രാന്തനായതുകൊണ്ട് ഹേസുട്ടനും ആ ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്തായാലും ഇതിലാണ് കളി രണ്ടുപേരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടെ ഫിഷ് മോളിയും നമ്മുടെ നെയ്ച്ചോറും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അതായിരിക്കും ബൈ.